അസ്സലാമലൈക്കും. എല്ലാവർക്കും സിയാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 9th സ്റ്റാൻഡേർഡിലെ ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ ടു ലൈഫ് പ്രോസസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ എടുക്കാനാണ്. നമ്മൾ ബയോളജി ഫസ്റ്റ് ടൈമാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ആദ്യം തന്നെ നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സംഭവത്തിനെ പറ്റിയിട്ടാണ്. കാർബൺ ഡയോക്സൈഡും ഓക്സിജനും നമ്മൾ കാർബൺ ഡയോക്സൈഡ് കൊടുക്കുന്നു, നമ്മൾ ഓക്സിജൻ തിരിച്ചെടുക്കുന്നു, അങ്ങനെയാണല്ലോ. അപ്പോൾ കാർബൺ ഡയോക്സൈഡ് ഓക്സിജൻ നമ്മളെ ബോഡിയിൽ ഓൾറെഡി വേണം. ഓക്കെ, വലിച്ച് കൊടുക്കുന്നതും തിരിച്ചെടുക്കുന്നതും കൂടാതെ നമ്മളെ ബോഡിയിൽ കാർബൺ ഡയോക്സൈഡും ഓക്സിജനും വേണം. അതുകൂടാതെ ഹൈഡ്രജൻ അങ്ങനെ ഒരുപാട് എക്സെട്ര കാര്യങ്ങളും നമ്മളെ ബോഡിയിലേക്ക് വേണം. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സംഭവങ്ങളെല്ലാം നമ്മൾ ഏത് രീതിയിലാണ് നമ്മുടെ ബോഡിയിലേക്ക് എത്തിക്കുന്നത് എന്നാണ് നമ്മളിനി പഠിക്കാനായിട്ട് പോകുന്നത്. അതെങ്ങനെയാണെന്നറിയോ? ബയോമോളിക്യൂൾസ് വഴിയാണ് നമ്മൾ നമ്മുടെ ബോഡിയിലേക്ക് ഈ കാർബൺ ഡയോക്സൈഡ്, ഓക്സിജൻ, ഹൈഡ്രജൻ, നൈട്രജൻ എക്സെട്രാസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. അപ്പോൾ ഈ ബയോമോളിക്യൂൾസ് എന്താണെന്ന് നമുക്ക് ആദ്യം പഠിക്കണം. എന്തിനെയാണ് നമ്മൾ ബയോമോളിക്യൂൾസ് എന്ന് പറയുന്നത്? അപ്പോൾ നമുക്കത് നോക്കാം. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, ലിപ്പിഡ്സ് ആൻഡ് ന്യൂക്ലിയസ് ആസിഡ്സ് ആർ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ലൈഫ്. ദർ ആർ നോൺ ആസ് ബയോമോളിക്യൂൾസ്. ഓക്കെ, അപ്പോൾ ബയോമോളിക്യൂൾസ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ലിപ്പിഡ്സ്, അതേപോലെ തന്നെ ന്യൂക്ലിയസ് ആസിഡ്സ്, ഇതെല്ലാം കൂടെ അതൊക്കെ എന്താണ് ബേസിക് ആയിട്ടുള്ള ഈ ഒരു സംഭവങ്ങളെല്ലാം കൂടുന്നതാണ് ബയോമോളിക്യൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ബയോമോളിക്യൂൾസിൽ തന്നെ എന്തൊക്കെ വരുന്നുണ്ട്? കാർബോഹൈഡ്രേറ്റ് വരുന്നുണ്ട്, നമ്മുടെ കൊടുക്കാം. കാർബോഹൈഡ്രേറ്റ് വരുന്നുണ്ട്, പ്രോട്ടീൻസ് വരുന്നുണ്ട്, ലിപ്പിഡ്സ് വരുന്നുണ്ട്, ന്യൂക്ലിയസ് ആസിഡ്സ് വരുന്നുണ്ട്. ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണെങ്കിൽ ഇനി നമുക്ക് വേറൊരു സംഭവം പഠിക്കാം. നമ്മുടെ ഈ ഒരു നമ്മുടെ ബയോമോളിക്യൂൾ ഉണ്ടല്ലോ, നമ്മൾ ഈ ഒരു ബയോമോളിക്യൂള് നിങ്ങളവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. ഇനി നമ്മൾ പഠിക്കുന്നത് ആരെ പറ്റിയിട്ടാണെന്ന് വെച്ചാൽ മെറ്റാബോളിസത്തെ പറ്റിയിട്ടാണ്. ആരെ പറ്റിയിട്ടാണ്? മെറ്റാബോളിസത്തെ പറ്റിയിട്ടാണ്. ഈ മെറ്റാബോളിസം എന്ന് പറയുന്നത് തന്നെ 2 ടൈപ്പിലുണ്ട്, ആനാബോളിസവും കാറ്റാബോളിസവും. ഈ രണ്ട് ആനാബോളിസം കാറ്റാബോളിസവും പ്ലസ് ചെയ്യുന്നതാണ് നമ്മളെ മെറ്റാബോളിസം എന്ന് പറയുന്നത്. ഇത് ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിയർ ആക്കി പറഞ്ഞുതരാം. നമ്മൾ ഈ ആനാബോളിസം എന്ന് ആലോചിക്കുമ്പോൾ തന്നെ നിങ്ങളെ മനസ്സിലേക്ക് വരേണ്ട ഒരാളുണ്ട്. എന്താണ്? നമ്മൾ ആനാബോളിസം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട ഒരാളുണ്ട്. അതെന്താണെന്നറിയോ? നമ്മൾ ഈ ആനാബോളിസം ഉണ്ടല്ലോ, ഈ ആനാബോളിസം കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാനാണ് നോക്കുക. മനസ്സിലായോ? അപ്പോൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാന്ന് വെച്ചാൽ നമ്മളെ ഫോട്ടോസിന്തസിസിൽ എന്താണ് സംഭവിക്കുന്നത്? അത് കൂടുതൽ വികസിപ്പിക്കുകയാണ്, കൂടുതലാക്കുകയാണ്. ഫോട്ടോസിന്തസിസിൽ അങ്ങനെയല്ലേ? അങ്ങനെയാണ്. അപ്പോൾ ഈ ഫോട്ടോസിന്തസിസ് അനാബോളിസത്തിന് എന്താണ് മെയിൻ എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഈ അനാബോളിസത്തിൻ്റെ ഒരു മെയിൻ എക്സാമ്പിളാണ് ഫോട്ടോസിന്തസിസ്. ബട്ട് നമ്മളെ കാറ്റാബോളിസത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയോ? ബ്രേക്കിംഗ് ഡൗൺ ഓഫ് പ്രോട്ടീൻസ് അവിടെ നശിപ്പിക്കുകയാണ്. അവിടെ എന്ത് ചെയ്യാണ്? പ്രോട്ടീൻസ് നശിപ്പിക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് കുറച്ച് ഡോട്ട്സ് ഞാനിങ്ങനെ ഇട്ടിട്ടുണ്ട് ബോർഡിൽ. ഇപ്പോൾ കുറച്ച് ഡോട്ട്സ് ഇട്ടു. ഓക്കെ, ഇപ്പോൾ ഇതെല്ലാം എന്താണ്? ഇങ്ങനെ വരിയായിട്ട് നമ്മൾ കുറച്ച് ഡോട്ട്സ് ഇട്ടു. ഈ ഡോട്ട്സിനെ നമ്മളിങ്ങനെ ഓരോ പാർട്ടാക്കി മുറിച്ച് കളയാണ്. ഇതാണ് കാറ്റാബോളിസത്തിൽ നടക്കുന്നത്. ഒരുമിച്ച് നിൽക്കുന്ന ആൾക്കാരെ എന്ത് ചെയ്യാണ്? കട്ട് ചെയ്ത് കളയാണ്. ആൻഡ് ദെൻ നമ്മളെ ആനാബോളിസത്തിൽ എന്താണ് നടക്കുന്നത്? ഇപ്പോൾ 2 ഉള്ളൂ എന്ന് വിചാരിക്കുക. ആനാബോളിസം ആ 2 ഉള്ളതിന് തന്നെ ഫോട്ടോസിന്തസിസിലൂടെ ഒരുപാട് ആയി മാറുകയാണ്. അങ്ങനെയാണ് ഞാൻ ബോർഡിൽ കൊടുക്കാം. അപ്പോൾ ഒരുപാടായിട്ട് മാറുകയാണ്. ക്ലിയർ ആയോ? അപ്പോൾ നമ്മുടെ ആനാബോളിസവും കാറ്റാബോളിസവും മനസ്സിലായോ? അപ്പോൾ നമ്മൾ എക്സാമ്പിൾസ് പറഞ്ഞു. ആനാബോളിസത്തിന് ഫോട്ടോസിന്തസിസ് ആൻഡ് ബ്രേക്കിംഗ് ഡൗൺ ആണ് കാറ്റാബോളിസം കേട്ടോ. അപ്പോൾ ബ്രേക്കിംഗ് ഡൗൺ ഓഫ് പ്രോട്ടീൻസ് അതാണ് നമ്മുടെ കാറ്റാബോളിസത്തിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പറയാം ആനാബോളിസത്തിൽ തന്നെ പ്ലാന്റ് സിന്തസിസ് glows using carbohydrate and water.
ഈ ഫോട്ടോസിന്തസിസ് നടക്കുന്നത് എങ്ങനെയാണ്? കാർബോഹൈഡ്രേറ്റും വാട്ടറും ഉള്ളതുകൊണ്ടല്ലേ. അതാണ് ജസ്റ്റ് അതിനൊന്ന് ഇതാക്കുകയാണ്. അത് കാർബോഹൈഡ്രേറ്റും വാട്ടറും മിക്സ് ആയിട്ട് തന്നെയാണ് നമ്മൾ ആനാബോളിസം ഉള്ളത് എന്നൊക്കെ തന്നെയാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ ഇൻ ഫോമഡ് ആനോ ആസിഡ്സ്. അപ്പോൾ ഈ ആനോ ആസിഡ്സ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? നമ്മൾ ഈ പ്രോട്ടീൻസിനെ കട്ട് ചെയ്തിട്ടാണ് ആനോ ആസിഡ്സ് ഉണ്ടാവുന്നത്. ആസിഡാണ്. ഞാൻ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഒരു സംഭവം പറ്റ വിട്ടുപോയി, അതൊന്നും കൂടെ പറഞ്ഞുതരാം. നമ്മൾ ബയോ മോളിക്യൂൾസ് പറഞ്ഞു, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ആ പിക്ചർ അവൈലബിൾ ആണ്. ഞാൻ വേണമെങ്കിൽ ഇവിടെ കാണിച്ചു തരാം. എന്താണ് നമ്മൾ ബയോ മോളിക്യൂൾസിനെ പറ്റിയിട്ടാണ് ഈ ഒരു ഇതിൽ പഠിക്കുന്നത്. നമ്മൾ ബയോ മോളിക്യൂൾസ് പറഞ്ഞു, അത് തന്നെ നമ്മൾ 4 പാർട്ടാക്കിയല്ലോ. എന്താ? കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്സ്, പ്രോട്ടീൻസ്, ന്യൂക്ലിയസ് ആസിഡ്സ്, ഇങ്ങനെ 4 പാർട്ടാക്കിയല്ലോ. ഇനി അതിൻ്റെ എക്സാമ്പിൾസ് ആണ് നമുക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഈ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്, ദോശ, ചോറ്, അതൊക്കെ കാർബോഹൈഡ്രേറ്റ്സിൽ പെടും. അപ്പോൾ അതേപോലെ അതൊക്കെ എന്ത് ചെയ്യും, അതായത് അരി പോലെയുള്ള ഇതൊക്കെ നമ്മളുടെ കാർബോഹൈഡ്രേറ്റ്സിൽ വരും. ഓക്കെ, ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ്സിൽ തന്നെ മെയിൻ എക്സാമ്പിൾ ആയിട്ടുള്ള കുറച്ച് ആളുകളുണ്ട്. അതിൻ്റെ എക്സാമ്പിൾസ് ഉണ്ട്, അത് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സുക്രോസ്, സ്റ്റാർച്ച്, സെല്ലുലൈസ്, ഇങ്ങനെ 1 2 3 4 5 ഓക്കെ 5 എക്സാമ്പിൾസ് ആണ് നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സിൽ നമുക്ക് തന്നിട്ടുള്ളത്. ആൻഡ് ലിപ്പിഡ്സ് ആണ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്. അതിൽ ഫാറ്റും ഓയിലും. ലിപ്പിഡ്സ്, ഫാറ്റും ഓയിലും ആണെങ്കിൽ നിങ്ങൾക്ക് ഗസ് ചെയ്യാനുള്ളൂ. നമ്മൾ ഈ മീനൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ നമ്മൾ മീൻ പൊരിക്കുമ്പോൾ അത് എണ്ണയിലിട്ടിട്ടല്ലേ പൊരിക്കേണ്ടത്. അപ്പോൾ ആ മീൻ പൊരിക്കുമ്പോൾ അത് എണ്ണയിലിട്ടിട്ടാണ് പൊരിക്കേണ്ടത്. അപ്പോൾ അതിൽ ഓയിലുണ്ട്, പിന്നെ ഫാറ്റ്സ് ഉണ്ട്. അതിൽ ഓൾറെഡി ഫാറ്റ്സ് ഉണ്ടാവും, പിന്നെ ഓയിലി. ഇതൊക്കെ നമ്മളുടെ ബോഡിയിലേക്ക് വേണം, പക്ഷെ ആവശ്യത്തിന് അധികം ആവാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ്, ഈ ലിപ്പിഡ്സിൽ നമ്മൾ എണ്ണയിലിട്ട് വറുത്ത് തിന്നുന്ന സാധനങ്ങളെല്ലാം ലിപ്പിഡ്സിൽ പെടും കേട്ടോ. ഇനി നെക്സ്റ്റ് പറയുന്നത് പ്രോട്ടീൻസ് ആണ്. പ്രോട്ടീൻസിൽ തന്നെ നമ്മൾ ഹോർമോൺസ് ഉണ്ട്, ആൻറ്റിബോഡീസ് ഉണ്ട്, ആൻസിയം ഉണ്ട്. ഓക്കെ, ഹോർമോൺസ് ഉണ്ട്, ആൻറ്റിബോഡീസ് ഉണ്ട്, ഹാൻസിയംസ് ഉണ്ട്. ഈ ആൻറ്റിബോഡീസൊക്കെ 10th വരുന്നുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ പ്രതിരോധിക്കുക, നമ്മളെ പ്രതിരോധത്തിനുള്ള ഫുഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതാണ് പ്രോട്ടീൻസ്. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം പ്രോട്ടീൻസ് തരുന്ന ഫുഡൊക്കെ തന്നെ ആയിരിക്കും നമ്മൾ പ്രോട്ടീൻസിൽ വിടുക. ഇനി ന്യൂക്ലിയസ് ആസിഡ്സ് എന്ന് പറയുന്നത് DNA ആൻഡ് RNA. ഓക്കെ, DNAയും RNA ഇത് എന്താണ്, ബയോ മോളിക്യൂൾസ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ബയോ മോളിക്യൂൾസിനെ നിങ്ങളോട് വിശദീകരിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു എക്സാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ടല്ലോ, ആ ഒരു ഇല്ലുസ്ട്രേഷൻ 1.1 അത് എക്സാമിന് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. പിന്നെ ഞാൻ ഇവിടെ പറഞ്ഞ ബയോ മോളിക്യൂൾസ് അത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഡിസ്ക്രിപ്ഷനിൽ എന്താണ് ഇത് എല്ലാം കൂടെ കൂടി ചേർന്നതാണ് ബയോ മോളിക്യൂൾസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ എക്സാമ്പിളൊക്കെ എഴുതുക. ഓക്കെ, മനസ്സിലായോ? പിന്നെ നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയുന്ന കാര്യങ്ങൾ ചെറുതായിട്ടൊന്ന് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുക. ഓക്കെ, അപ്പോൾ ഞാനിത് വിട്ടുപോയതായിരുന്നു പറയാൻ, അത് ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പോർഷനിലോട്ട് കിടക്കാം. എൻസൈംസ് ആർ ദ മോളിക്യൂൾ ദാറ്റ് ഹെൽപ്പ് സ്പീഡ് അപ്പ് ദ കെമിക്കൽ റിയാക്ഷൻ ദ ടേക്ക് പ്ലേസ് ഇൻ ഓർഗാനിസംസ് എവറി സെക്കൻഡ്. നമ്മൾ ഈ എൻസൈംസിന് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. എക്സാമ്പിൾ ഫോർ എൻസൈംസ് ആർ, എന്താണ് നമ്മുടെ ഇതിന് എക്സാമ്പിൾ എന്നറിയോ? സെലിവറി അറിയില്ലേ, നമ്മളെ ഉമിനീരാണ് സെലിവറി ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് എക്സാമ്പിൾ ആണ്. എന്തായാലും നമ്മൾ പെപ്സി ഉണ്ടല്ലോ, പെപ്സി ജ്യൂസ് ഇല്ലേ, അതൊരു ഗ്യാസി ടൈപ്പാണ്, ഗ്യാസാണ് അതിൽ. അപ്പോൾ അതേപോലെയുള്ളതൊക്കെ തന്നെയാണ് നമ്മൾ എൻസൈംസിന് എന്താണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഇത് നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടെ ഒന്ന് വിശദീകരിച്ച് പറഞ്ഞുതരാം. ഒരു കഥയിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ എൻസൈംസിനെ പഠിക്കാം. നമ്മൾ ഈ ഒരു എൻസൈംസ് എന്ന് പറയുന്നത് നമ്മളുടെ എന്താണ് അറിയുന്നു ബയോ മോളിക്യൂളില്ലേ, അപ്പോൾ അത് നമുക്കതൊരു ഒരാളായിട്ട് കണക്കാക്കാം. അപ്പോൾ ഈ ബയോ മോളിക്യൂൾ ഒരു സൈക്കിളിൽ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ ഒരു നല്ല രസമുള്ള ഒരു കാറിൽ നമ്മൾ എൻസൈംസ് നിൽക്കുന്നുണ്ട്.
ഓക്കെ, അങ്ങനെ കാർ ഓടിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബയോമോളിക്യൂൾ ഇങ്ങനെ നോക്കുകയാണ്, നമ്മളെ എൻസൈമിൻ്റെ കാറിനെയൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. അത് നോക്കുന്ന സമയത്ത് എൻസൈം ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് പറയാം, നീ എൻ്റെ കൂടെ പോരേ, നിൻ്റെ വണ്ടി ഇവിടെ നിർത്തി വെച്ചോ, നീ എൻ്റെ കൂടെ പോരേന്ന് പറയുകയാണ്. അങ്ങനെ പോകുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഈ എൻസൈം കുറച്ച് സ്പീഡല്ലേ, നമ്മൾ ഒരു സൈക്കിളിൻ്റെ അത്ര സ്പീഡ് ഉണ്ടാവില്ലല്ലോ നമ്മളെ കാറിന്. അപ്പോൾ എൻസൈം കുറച്ച് സ്പീഡിലല്ലേ പോകുന്നത്, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വാല്യൂലായിരിക്കും, കുറച്ചും കൂടെ സ്പീഡ് കൂടാനാണ് നമ്മളെ എൻസൈംസ് നമ്മളുടെ ഈ ഒരു പാഠത്തിലേക്ക് കയറി വന്നത്. എന്നുവെച്ചാൽ കുറച്ചും കൂടെ സ്പീഡിൽ കാര്യങ്ങളൊക്കെ ഒന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് എൻസൈംസ് ഉള്ളത്. ആൻഡ് ദെൻ നമ്മൾ ഇനി പഠിക്കുന്നത് ഹോർമോൺസിനെ പറ്റിയിട്ടാണ്. ഹോർമോൺസ് ആർ കെമിക്കൽ മോളിക്യൂൾ ദാറ്റ് റെഗുലേറ്റഡ് and coordinate biological functions. They are produced by various endothermic glands. ഇവിടെ പറയുന്നത് നമ്മളുടെ ഒരു ഹോർമോൺസ് ഉണ്ടല്ലോ, കെമിക്കൽ മോളിക്യൂൾസ് ആണ്. ഈ ഹോർമോൺസ് കെമിക്കൽ മോളിക്യൂൾസ് വെച്ചിട്ടാണ് ഇത് ഉണ്ടായത്. ആൻഡ് ദെൻ ബയോളജിക്കൽ അതിൻ്റെ കോർഡിനേറ്റഡ് ബയോളജിക്കൽ ഫങ്ഷൻസ് റെഗുലേറ്റ് ആണ് നമ്മൾ പറഞ്ഞത്, കുറച്ച് നേരത്തെ പറഞ്ഞതാണ്. They are produced by various endothermic glands. ഓക്കെ, അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എൻഡോതെർമിക് ഗ്ലാൻഡ്സിലൂടെയാണ്. ഇനി നമ്മളെ ബോഡിയിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്? ഫുഡ് ടോട്ടലി നമ്മുടെ ബോഡിയിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനമാണ്. അതേപോലെ തന്നെ വാട്ടർ ഉണ്ട്, സോൾട്ട് ഉണ്ട്, ന്യൂട്രിയൻസ് ഉണ്ട്, അതൊക്കെ നമ്മൾ ഫുഡിലൂടെ കിട്ടുന്ന സംഭവം തന്നെയാണ് വാട്ടർ, സോൾട്ട്, ന്യൂട്രിയൻസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ ഹ്യൂമൻസിനെ പറ്റിയിട്ടാണ് പഠിച്ചത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ബാക്ടീരിയാസ്, അതേപോലെ തന്നെ പ്ലാന്റ്സ്, എനിമൽസ്, ഇവരുടെയും കൂടെ പഠിക്കണം. ഈ ബയോളജി എന്തിനാണാവാം നമ്മളെ പറ്റി പഠിച്ചവർ എന്തിനാ ബാക്കിയുള്ളവരെ പറ്റി പഠിക്കേണ്ടത്? നമ്മളെ ഈ ബാക്ടീരിയാസിനടക്കം അവരെന്തില്ല, വെറുതെ വിടില്ല. യെസ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നത് അമീബേനെ പറ്റിയിട്ടാണ്. നമ്മൾ ഈ അമീബയെ ഹ്യൂമൻ ബോഡിയിൽ നമ്മുടെ ഇതൊക്കെ നമ്മൾ പറഞ്ഞു, ബയോമോളിക്യൂൾസ് വേണം, അത് പല രീതിയിലുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മളുടെ ഈ ഒരു ബാക്ടീരിയാസ് എങ്ങനെയാണ് ഇതിൽ നിന്നും ഇതാക്കി പോവുക, എങ്ങനെയാണ് നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മുടെ ഈ അമീബ ഉണ്ടല്ലോ ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസം ആണല്ലോ, നമ്മൾ 8th-ലും 7th-ലും ഒക്കെ പഠിച്ചതാണ്. അപ്പോൾ ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ്. ആൻഡ് ദെൻ അത് പറയുകയാണെങ്കിൽ ഇവിടെ നമ്മളോട് പറയുന്നുണ്ട് അതൊരു എക്സ്റ്റേണൽ എൻവയോൺമെൻ്റ് ആണ് എന്നും നമ്മളോട് പറയുന്നുണ്ട്. ഇത് യൂണിസെല്ലുലാർ ഓർഗാനിസം ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്തായിരിക്കും, സെൽ മെംബ്രെയിനിലൂടെ ആയിരിക്കും ഇവിടെ കടന്നു പോകുന്നുണ്ടാവുക. എനിമൽസിൻ്റെതാണ്. എനിമൽസ് എക്സ്ട്രാ സെല്ലുലർ ഫ്ലൂയിഡ് ആണ്, അതാണ് അതിൽ പ്രത്യേകിച്ച് പഠിക്കാനുള്ളൂ. അത് അവിടെ ഒരുപാട് സെല്ലുകളുണ്ടല്ലോ, ആ ഒരു സെല്ലിൻ്റെ നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ പിക്ചറുണ്ട്, അവിടെ അടയാളപ്പെടുത്തിയിട്ടൊരു ഭാഗമാണ് എക്സ്ട്രാ സെല്ലുലർ എന്ന് പറയുന്നത്. പിന്നെ അതൊരു സൈറ്റോപ്ലാസത്തും തന്നെ സെൽ മെംബ്രെയിനിലൂടെ തന്നെയാണത് ത്രൂ ചെയ്യുന്നത്, അത്ര മനസ്സിലാക്കുക. ഇനി പ്ലാന്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ത്രൂ ദ സെൽ വാളിലൂടെയാണ്. ഇത് നമ്മൾ അമീബയുടേതും ആനിമൽസിൻ്റെ നമ്മൾ സെൽ മെംബ്രെയിനിലൂടെ ആണെങ്കിൽ മനസ്സിലാക്കേണ്ടത് നമ്മൾ എക്സ്ട്രാ സെല്ലുലർ സ്പേസ് ആയിട്ടുള്ള നമ്മുടെ സെൽ വാളിലൂടെയാണ് നമ്മളെ പ്ലാന്റ്സിൻ്റെത് ത്രൂ ചെയ്യുന്നത്. നമ്മളെ പ്ലാന്റ്സിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് അത്രയാണ് പഠിക്കാനുള്ളത്. ആൻഡ് ദെൻ ഇനി പറയുന്ന കാര്യം കുറച്ചും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യനിലൂടെയാണ് നമ്മുടെ ഈ ഒരു ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുന്നത്. എന്താണ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, വാട്ട് ഈസ് ഹോമോസ്റ്റാറ്റിക്സ്, ഹൗ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് എന്നാണ് ഹോമോസ്റ്റാറ്റിക് ആൻഡ് എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്, ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. കീപ്പിംഗ് ദ composition of the internal environment construct it is called homostatic. Homostatic need to be a maintain for change it for the material through the cell membrane. Okay, എന്താണെന്ന് വെച്ചാൽ ഹോമോസ്റ്റാറ്റിക് എന്ന് പറയുന്നത് കീപ്പിംഗ് ദ കമ്പോസിഷൻ ഓഫ് ദ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് നമ്മൾ പറഞ്ഞു, പ്ലാന്റ്സിൻ്റെ കേസിലും പറഞ്ഞിട്ടായിരുന്നു, ആനിമൽസിൻ്റെ കേസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിനെ കമ്പോസിഷൻ ചെയ്ത് കീപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹോമോസ്റ്റാറ്റിക് എന്ന് പറയുന്നതല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മളതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവാണ് മെറ്റീരിയൽ ത്രൂ ദ സെൽ മെംബ്രെയിൻ്റെ ഉള്ളിൽ നിന്നും അത് പോകുന്നതിന് നമ്മൾ എന്ത് ചെയ്യാണ്, മെയിൻറ്റെയിൻ
ഓഫ് ദ ഡേ ആണ് വെക്കുന്നത്. ഞാൻ ഇന്ന് ഞാനൊരു ക്ലാസ് എടുത്തു. ഇന്നത്തെ ക്ലാസ്സിൻ്റെ തന്നെയാണ് ഇന്ന് ഒരു ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ വെക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാൻ നാളത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ നമ്മളുടെ ഈ ഒരു ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേയുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ പറഞ്ഞിട്ടായിരിക്കും ക്ലാസ് തുടങ്ങുക. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് കേട്ടത് മനസ്സിലായിട്ടുണ്ടോ എന്ന് മനസ്സിലാവാനുള്ള ഒരു ക്വസ്റ്റ്യനാണ്. വാട്ട് ഈസ് ബയോമോളിക്യൂൾസ്? ആൻഡ് ദെൻ നിങ്ങൾക്ക് ബയോമോളിക്യൂൾസിനെ പറ്റി മനസ്സിലായത് എന്താണോ അതിനെ പറ്റി എന്താണ് സംഭവം എന്ന് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ എഴുതാം. ആൻഡ് പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ എക്സാമ്പിൾസ് എഴുതാം. എന്താണ് ബയോമോളിക്യൂൾസ്? എക്സാമ്പിൾസും വേണമെങ്കിൽ അതിൻ്റെ ഇൻക്ലൂഡ് ചെയ്യാം. നിങ്ങൾക്ക് എന്താണോ ഈ ക്ലാസ്സിൽ കേട്ട് മനസ്സിലായത് അതാണ് നിങ്ങൾ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കേണ്ടത്. അപ്പോൾ ഇനി നാളെ ഞാൻ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇനി വേറൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.